ഈ ട്രാൻസ്ഫർ സമ്മർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്ത ക്ലബ് ഏതാണെന്നറിയോ നിങ്ങൾ? അത് ചെൽസിയാണ്. 389 മില്യൺ ആണ് ചെൽസി ഈ ഒരു സീസണിലേക്ക് വേണ്ടിയിട്ട് ഇതുവരെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ സാബി അലൻസോയും ചെൽസിയും ഈ സീസണിൽ രണ്ടും കൽപ്പിച്ച നല്ല നല്ല സൈനിങ്സ് ചെൽസി നടത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേറ്റവും എടുത്തു പറയാനുള്ള സൈനിങ് മോർഗൻ റോജേഴ്സ്, ഇംഗ്ലണ്ട് പ്ലെയറാണ്. ആസ്റ്റോൺ വില്ലയ്ക്ക് വേണ്ടി ലാസ്റ്റ് സീസണിൽ കളിച്ച പ്ലെയറാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. വിങ്ങറായിട്ടും കളിക്കാൻ ആപ്റ്റായ ഒരു പ്ലെയറാണ്. ദെൻ സെക്കൻഡ് സൈനിങ് മാക്സൻസ് ലാക്വ, ഫ്രഞ്ച് ഡിഫൻഡറാണ്. കഴിഞ്ഞ സീസണിൽ ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ബാക്കായിട്ട് ചെൽസിയിൽ ഇനി കളിക്കാൻ പോകുന്ന പ്ലെയറാണ് ഈ ലാക്വ. അടുത്തതായിട്ട് ഒരു റൈറ്റ് ബാക്കാണ്, ഇറ്റാലിയൻ ഡിഫൻഡറാണ്. ലാസ്റ്റ് സീസണിൽ അറ്റ്ലാന്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, മാർക്കോ പാലസ്ട്ര. അടുത്ത സൈനിങ് അർജൻറ്റീനയുടെ ആ ഒരു യങ് ഡിഫൻഡർ വാലന്റിൻ ബാർക്കോ, അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. ആ ഒരു ഡിഫൻഡറെയും ചെൽസി സൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത സൈനിങ് നെതർലാൻഡിൻ്റെ പ്ലെയറാണ്, സ്ട്രൈക്കറാണ്. സ്ട്രാസ്ബർഗിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, ഇമ്മാനുവൽ എമേഗ. ചെൽസിയുടെ ഞാൻ പറഞ്ഞ ഇതുവരെയുള്ള സൈനിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവരൊക്കെ വളരെ യങ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. 20 to 25 ഏജിന് ഇടയിൽ വരുന്ന പ്ലെയേഴ്സാണ്. ഈ ഒരു സൈനിങ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചെൽസി ഒരു ലോങ് ടേം ആയിട്ട് ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സ് മാത്രം മതിയോ എക്സ്പീരിയൻസ് വേണ്ടതെന്ന് ചോദിക്കുമ്പം അതിനുള്ള പ്ലെയേഴ്സിനെയും ഈ ഒരു ചെൽസി സൈൻ ചെയ്തിട്ടുണ്ട്. അതിലെടുത്ത് പറയാനുള്ള രണ്ട് സൈനിങ് ഡാനി വെൽബാക്ക് ആൻഡ് ഹെൻഡേഴ്സൺ. രണ്ടുപേരും ഏജ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്, എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സാണ്. വെൽബാക്ക് സ്ട്രൈക്കറാണ്. ദെൻ ഹെൻഡേഴ്സൺ മിഡ്ഫീൽഡറാണ്. മുന്നേ ലിവർപൂളിന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറായിരുന്നു ഹെൻഡേഴ്സൺ. ലിവർപൂൾ പ്രീമിയർ ലീഗ് കിരീടം ഉയർത്തുന്ന ആ ഒരു ടൈമിൽ സ്ക്വാഡിലുള്ള പ്ലെയറായിരുന്നു ഹെൻഡേഴ്സൺ. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സും യങ്സ്റ്റേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു ടീമായിട്ട് ചെൽസി മാറിയിരിക്കുകയാണ്. പക്ഷേ ചെൽസി റിലീസ് ചെയ്ത പ്ലെയേഴ്സിൽ ഏറ്റവും നഷ്ടമായിട്ട് തോന്നിയ രണ്ട് പ്ലെയേഴ്സ്, ഒന്ന് കുറുക്കുറല്ല, റിയൽ മാഡ്രിഡ് സൈൻ ചെയ്ത പ്ലെയർ. ദെൻ ആൻഡ്രൂ സാൻഡോസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയ ആ ഒരു പ്ലെയർ. ചെൽസിയിൽ ഓൾറെഡി ഉള്ള പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എസ്റ്റാവോ, ജാവോ പെഡ്രോ, പാമർ, ദെൻ കാസഡോ, എൻസോ ഫെർണാണ്ടസ്, ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് അടങ്ങുന്ന സ്ക്വാഡിലേക്ക് ഈ ഒരു പുതിയൊരു സൈനിങ് കൂടി വരുമ്പം എത്രത്തോളം സ്ട്രോങ് ആവും ചെൽസി എന്ന് ഈ ഒരു സീസണിൽ നമുക്ക് നോക്കാം. എന്തായാലും എഴുതി വെച്ചോ, ചെൽസി ഈ ഒരു സീസണിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും, ഉറപ്പാണ്.